ഹായ് ഓൾ, ഞാൻ ഫഹ്മിദ ഹന്ന, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. പല പേരൻസും പറയുന്ന ഒരു കംപ്ലയിൻ്റാണ്, എൻ്റെ കുട്ടി മുതിർന്നൊരു കുട്ടിയായിട്ടും ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ കിടക്കുന്നുള്ളൂ. ഈവൻ ഞാൻ അവനെ അല്ലെങ്കിൽ അവളെ മാറ്റി കിടത്താനായിട്ട് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ശ്രമിക്കുന്ന സമയത്ത് അവരതിന് വില്ലിങ് ആവുന്നില്ല എന്നുള്ളൊരു കാര്യം. യഥാർത്ഥത്തിൽ ഈ ഒരു ശീലം നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികളിൽ കൊണ്ടുവരേണ്ട ഒന്നാണ്. പെട്ടെന്നൊരു ദിവസം അവരെ മാറ്റി കിടത്താനായിട്ട് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുപ്പത്തിലെ ഈ ഒരു ശീലം വളർത്തി വരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാം. ഒരു 1.5 വയസ്സ് വരെ നമുക്ക് കുട്ടികളെ കൂടെ കിടത്താവുന്നതാണ്. നമ്മളെ കൂടെ തന്നെ അവർക്ക് ഉറങ്ങുക അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. 1.5 വയസ്സ് മുതൽ അങ്ങോട്ട് സെയിം റൂമിൽ തന്നെ, അതായത് പാരൻസും കൂടെയുള്ള ഒരു റൂമിൽ തന്നെ കുട്ടികളുടെ ബെഡ് മാറ്റിയിട്ട് കിടത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. സെയിം റൂമിൽ തന്നെ മറ്റൊരു ബെഡ് ഫിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് കുട്ടികളെ ആ റൂമിൽ തന്നെ ഉറക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതേസമയം 1.5 വയസ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഫീഡിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഫീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ കൂടെ കിടത്തുന്നത് കൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. മറിച്ച് സ്ലീപ്പിംഗ് ടൈം അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് അവരെ മറ്റൊരു ബെഡിലോട്ട് മാറ്റി കിടത്താവുന്നതാണ്. ഒരു 3.5 മുതൽ 4 വയസ്സിൻ്റെ ഇടയിലായിട്ട് കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഒരു റൂം ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു റൂമിൽ പാരൻസും അവരോട് കൂടെ ആ ഒരു റൂമിലോട്ട് അവർ ഉറങ്ങുന്നത് വരെ അല്ലെങ്കിൽ അവർ ഒരു കംഫർട്ട് ആവുന്നത് വരെ ആ റൂമിലോട്ട് പാരൻസിനും ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് സാവധാനം ഒരു 4 വയസ്സിൻ്റെ അങ്ങോട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും കുട്ടികളെ ആ ഒരു റൂമിൽ അവർ തനിച്ച് ഉറങ്ങുന്ന അല്ലെങ്കിൽ അവർ തനിച്ച് ആ റൂം അവരുടെ സ്പേസ് ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയിലോട്ട് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാവുന്നതാണ്. ഒരു സഡൻ ആയിട്ടുള്ള ചേഞ്ചസ് കുട്ടികളുടെ പെട്ടെന്ന് പോയിട്ട് റൂം ചേഞ്ച് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ തനിച്ച് കിടത്തുന്നു, ആ രീതിയിലുള്ള ഒരു ചേഞ്ചസിനേക്കാൾ അപ്പുറത്തേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫ്രം ചൈൽഡ്ഹുഡ് തന്നെ നമ്മൾ ഒരു ശീലം വളർത്തി കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.